1950-കളിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിലൊട്ടാകെ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഗ്രോമോർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ മലയോര മേഖലയിലേക്ക് കൃഷിക്കാരെ കുടിയിരുത്തുവാൻ അന്നത്തെ കേരള ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒട്ടേറെ കൃഷിക്കാർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി മലയോര മേഖലയിൽ എത്തുകയും ചെറുതും വലുതുമായ ഭൂമികൾ വാങ്ങി അവിടെ കൃഷി ചെയ്ത് തങ്ങൾക്കും തങ്ങളുടെ തലമുറയ്ക്കും ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് മലയോര ജനതയ്ക്ക് ഒന്നാകെ അറിയാവുന്ന കാര്യങ്ങളാണ്. കുടിയേറ്റ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ മലയോര ജനതയെ ഒരു കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. ഒട്ടേറെ സമരങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മലയോര ജനതയ്ക്ക് ഭൂമിയിൽ എന്തെങ്കിലും ഒരു ചെറിയ അവകാശമെങ്കിലും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി 63 കൊണ്ടുവന്ന ഭൂവിനിയോഗ ബില്ല് മലയോര ജനതയ്ക്ക് ഉതകുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർഷക സംഘം ഉൾപ്പെടെ ഇവിടുത്തെ ഇടതുപക്ഷ കർഷക സംഘടനകൾ ഇതിനെതിരെ സമരം നടത്തുകയും അതിൻ്റെയൊക്കെ ഭാഗമായി ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബർ മാസം 13-ാം തീയതി കേരള നിയമസഭയിൽ ഭൂനിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഐക്യകണ്ഠേന ആ ബില്ല് പാസ്സാക്കിയെടുക്കുകയും കേരള ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതുമാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ താമസം വിന ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് ഗവർണർമാരുടെ ഭരണഘടന ഉത്തരവാദിത്തമാണ്. എന്നാൽ താൻ നിയമത്തിന് മുകളിലാണ് എന്നുള്ള അഹന്തയോടുകൂടി കേരള ഗവർണർ പെരുമാറുന്നതിൻ്റെ ഭാഗമായി ഈ ഭേദഗതി ബില്ല് ഒപ്പിട്ട് നൽകാതെ അദ്ദേഹം അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ്. ഇത് മലയോര ജനതയുടെ ഒന്നാകെ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മലയോര ജനത ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള ഈ നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടി ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ എനിക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഞാൻ എൻ്റെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഗവർണർ ഇനിയെങ്കിലും ഭരണഘടനയെ മാനിച്ച് ഈ ഭേദഗതി ബില്ലിൽ ഒപ്പിട്ട് നൽകി മലയോര ജനതയെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.